ഷെക്കന ന്യൂസ് ഈ മാധ്യമ ശുശ്രൂഷയെക്കുറിച്ചുള്ള ആദ്യത്തെ ദൈവിക ആലോചന പരിശുദ്ധാത്മാവ് നൽകുന്നത് 2016 2016 ഈ മാധ്യമ ശുശ്രൂഷയെക്കുറിച്ചുള്ള ദൈവ ആലോചന പരിശുദ്ധാത്മാവ് നൽകുമ്പോൾ എനിക്ക് വേണ്ടി ഒരു വാർത്താ ചാനൽ ആരംഭിക്കുക, 24 മണിക്കൂറും സാറ്റലൈറ്റ് പ്ലാറ്റ്ഫോമിൽ പോകുന്ന ഒരു വാർത്താ ചാനൽ എൻ്റെ സഭയുടെ ശബ്ദമായി എൻ്റെ മുഖം ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ ആരംഭിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ ഭാരിച്ച ഒരു വലിയൊരു മിഷനാണത്. വളരെ റിസ്ക്കുള്ള, പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒത്തിരിയേറെ വെല്ലുവിളികളും നിറഞ്ഞ ഒരു ദൗത്യമാണ് കർത്താവ് അന്ന് നമ്മോട് പറഞ്ഞത്. മാനുഷികമായി നമ്മൾ ചിന്തിച്ചാൽ ഇമ്പോസിബിളാണ്, അസാധ്യമായൊരു കാര്യമാണ്. കാരണം നമ്മൾക്ക് വളരെ സാധാരണക്കാരായ മനുഷ്യരാണ്, വളരെ നിസ്സാരരാണ്, ലോകദൃഷ്ടിയിൽ ബലഹീനരും ദുർബലരുമാണ് നമ്മൾ ഓരോരുത്തരും. നമ്മെ കൊണ്ടൊന്നും ഇതിൻ്റെ 10-1 പോലും ചെയ്യാൻ മാനുഷികമായി നമുക്ക് ആർക്കും സാധിക്കില്ല. ലോകത്തിലെ പല ബലവാന്മാർക്ക് പോലും ഇത് സാധിക്കുന്നില്ല. പിന്നെയാണോ ലോകദൃഷ്ടിയിൽ നിസ്സാരരായ നമ്മുടെ കാര്യം? എന്നാൽ ആത്മാവ് വ്യക്തമായി പറഞ്ഞു, ദിസ് ഈസ് മൈ മിഷൻ. ഇത് എൻ്റെ ശുശ്രൂഷയാണ്, ഇതെൻ്റെ മിനിസ്ട്രിയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഞാനിതിന് വരും വരായികളും അന്ന് അത്രയൊന്നും അറിയില്ലായിരുന്നുവെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ വളരെ ഭാരത്തോടെ പ്രയാസപ്പെട്ട്, ദൈവമേ ഇതെങ്ങനെ നടക്കും, ഇതൊക്കെ എങ്ങനെ സംഭവിക്കും എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ വ്യക്തമായി ആത്മാവ് ദൈവവചനത്തിൽ നിന്ന് ശക്തമായൊരു വചനം തരികി. ഇറ്റ്സ് എ പ്രൊഫറ്റിക് വേർഡ്. അതൊരു പ്രവചന വചനമായിരുന്നു. നിയമാവർത്തന പുസ്തകം 31-ാം അധ്യായം 7-8 വചനങ്ങളാണ്. അവിടെ പ്രവാചകനായ ജോഷ ചെയ്യേണ്ട ദൗത്യത്തെക്കുറിച്ച് മോശ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. എന്താണ് ആത്മാവ് പറഞ്ഞത്? അനന്തരം മോശ ജോഷുവായി വിളിച്ച് എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവനോട് പറഞ്ഞു, ശക്തനും ധീരനുമായിരിക്കുക. കർത്താവ് ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശം കൈവശമാക്കാൻ നീ ഇവരെ നയിക്കണം. 7-ാമത്തെ വചനം അതാണ്. നമ്മളിത് വായിക്കുമ്പോൾ പെട്ടെന്ന് ആ വചനം തീർന്നുപോയി. ഇവരുടെ പിതാക്കന്മാർക്ക് ഞാൻ അവകാശമായി കൊടുത്തിരിക്കുന്ന ആ വാഗ്ദാന ദേശത്തേക്ക് എൻ്റെ ജനത്തെ നീ നയിക്കണം. ഒരു വലിയ ദൗത്യമാണ്. മോശ പ്രവാചകനെ പൂർത്തീകരിക്കാൻ കഴിയാത്ത വലിയൊരു മിഷൻ. സഹോദരങ്ങളെ, ഈ ദൗത്യ നിർവഹണത്തോട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വെല്ലുവിളികളും കൊടിയ തകർച്ചകളും ദുരിതങ്ങളും ഒത്തിരി സങ്കടങ്ങളും കണ്ണുനീരിൻ്റെ അനുഭവങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ദൈവം പറഞ്ഞു, നീ എൻ്റെ ജനത്തെ ഈ വാഗ്ദാന ദേശത്തേക്ക് നയിക്കുക. ദൗത്യം കൊടുത്തു. തുടർന്ന് കർത്താവ് ജോഷുവായെ ശക്തീകരിക്കുകയാണ്, അവനെ എൻകറേജ് ചെയ്യുകയാണ്. 8-ാമത്തെ വചനം എല്ലാവരും ശ്രദ്ധിച്ച്, കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത്, അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല, ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. എൻ്റെ സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ ഉറപ്പ്. എത്ര വെല്ലുവിളികളും പ്രതിസന്ധികളും നിറഞ്ഞ ദൗത്യമായി കൊള്ളട്ടെ, ദൗത്യം നമുക്ക് ഏൽപ്പിച്ചു തരുന്നത് സർവശക്തനും സർവാധിപനുമായ കർത്താവാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, കർത്താവിനെ തൻ്റെ പ്രവർത്തികൾ വെളിപ്പെടുത്തുവാൻ ഒരു സാഹചര്യവും ഒരു നിയമവും ലോകത്തിൻ്റെ ഒരു സംവിധാനവും തടസ്സമല്ല. കാരണം നമ്മുടെ കർത്താവ് ഓൾ മൈറ്റിയാണ്, ഓൾ സഫിഷ്യൻ്റ് ആണ്, സർവശക്തനായ ദൈവമാണ്. ദൈവം ജോഷയോട് പറഞ്ഞു, ജോഷ നീ പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കില്ല, ഞാൻ നിന്നെ നിരാശപ്പെടുത്തുകയില്ല, ഞാനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്, ഞാനാണ് നിനക്ക് മുന്നമേ ഈ ജനത്തിനു വേണ്ടി പോകുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഇത് വളരെ ശക്തമായൊരു ഉറപ്പാണ്, വളരെ ശക്തമായൊരു ഉറപ്പാണ്. പരിശുദ്ധാത്മാവ് ഈ ആലോചന തരുമ്പോൾ ഈ വചനമാണ് ഉള്ളിൽ പ്രകാശിപ്പിച്ചത്. എബ്രായ പുസ്തകം 13:5 വീണ്ടും ഇതേ പ്രോമിസ് കർത്താവ് ആവർത്തിക്കുന്നുണ്ട്. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയില്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടുന്ന്
പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പം സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. കർത്താവ് നമ്മളെ ഒരു ദൗത്യത്തിലേക്ക്, ഒരു ഉത്തരവാദിത്വത്തിലേക്ക് നമ്മളെ വിളിക്കുമ്പോൾ അതിൻ്റെ മുൻപിൽ ആ ദൗത്യ നിർവഹണത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും തകർച്ചകളും കൊടുങ്കാറ്റുകളും പേമാരികളും വെള്ളപ്പൊക്കങ്ങളും ദുഷ്ടൻ്റെ എല്ലാ തിരിച്ചടികളും ആക്രമണങ്ങളും അവൻ്റെ കെണികൾ ചതികൾ ഇതെല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ ഒറ്റയ്ക്കല്ല, വിളിച്ച കർത്താവ് കൂടെയുണ്ട്. ആരാണ് ഈ കർത്താവ്? സർവശക്തനും സർവാധിപനുമായ ദൈവം. ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കില്ല. നമുക്ക് തോന്നിപ്പോകും ദൈവം പോലും കൈവിട്ടു. അതുപോലെ ഉള്ള സഹനത്തിൻ്റെ തീച്ചൂളയുടെ കടന്നു പോകാൻ കർത്താവ് നമ്മൾ അനുവദിക്കും. എന്തുമാത്രം അനുഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ദൈവം പോലും കൈവിട്ടു. കർത്താവേ, എൻ്റെ ഒരു തെറ്റായ തീരുമാനമായിരുന്നു ഇത്, എൻ്റെ എടുത്തുചാട്ടമായിരുന്നു ഇത്, ഞാൻ വഴി തെറ്റിപ്പോയോ? ആരുമില്ലാത്തൊരവസ്ഥ, ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ തീച്ചോളയുടെ അനുഭവം, ഈ കണ്ണുനീരിൻ്റെ അനുഭവം, ഈ കൊടിയ ദുരിതത്തിൻ്റെ അനുഭവം ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ ഒറ്റയ്ക്കായി പോയല്ലോ ദൈവമേ. സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള വേദനയുടെ, അതുപോലെ ചില നൊമ്പരത്തിൻ്റെ അനുഭവങ്ങളുണ്ട്. ദൈവത്തിന് നിശബ്ദതയാണിത്. ഇതൊരു വിശ്വാസത്തിൻ്റെ പരിശോധനയാണ്. ഈ പരിശോധന നാളുകളിൽ കർത്താവ് നമ്മുടെ ഒപ്പമുണ്ട്. നമുക്കത് അനുഭവിക്കാൻ പലപ്പോഴും പറ്റുന്നില്ലെങ്കിലും കർത്താവിൻ്റെ പ്രോമിസാണത്. ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കില്ല, ഞാൻ നിന്നെ നിരാശപ്പെടുത്തുകയില്ല. 115 സങ്കീർത്തനം 10-12 വചനങ്ങൾ നമുക്ക് സുപരിചിതമായൊരു വചനമാണ്. അഹ്റോന്റെ ഭവനമേ, കർത്താവിൽ ശരണം വയ്ക്കുവിൻ, അവിടുന്നാണ് നിങ്ങളുടെ സഹായം. കർത്താവാണ് നമ്മുടെ സഹായം. ദൈവമായ കർത്താവാണ് നമ്മുടെ പരിച. ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവമായ കർത്താവാണ് നമ്മുടെ സഹായം. നമുക്ക് സഹായം എവിടെ നിന്ന് വരും? ദൈവത്തിൽ നിന്നാണ് സഹായം വരുന്നത്. കർത്താവ് നമ്മളെ സഹായിച്ചാൽ എൻ്റെ സഹോദരങ്ങളെ, ആ സഹായം നിലനിൽക്കും. കർത്താവ് സഹായിക്കാതെ മറ്റാര് സഹായിച്ചാലും ആ സഹായങ്ങൾക്ക് വലിയ വിലയോ അല്ലെങ്കിൽ അതിന് ഒത്തിരി നാളത്തെ ഒരു അനുഭവം ഉണ്ടാവുകയില്ല. ദൈവം നമ്മുടെ സഹായകനാണ്, അവിടെ നിന്നാണ് നമ്മുടെ പരിച. 12-ാം വചനത്തിൽ വീണ്ടും പരിശുദ്ധ വചനം പറയുന്നു, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. എൻ്റെ സഹോദരങ്ങളെ, നമ്മെക്കുറിച്ച് വിചാരമുള്ള കർത്താവ്. ഇപ്പം നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. 2016 ഈ ആലോചന ആത്മാവ് തന്നു. 2019 3 വർഷം, ഈ 3 വർഷം കഠിനമായ പരിശോധനയുടെയും കൊടിയ സഹനത്തിൻ്റെയും, അത് ഇങ്ങനെ പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല സഹോദരങ്ങൾ. അതുപോലെ സഹനത്തിൻ്റെ തീച്ചൂള ചുട്ടുപൊള്ളുന്ന അനുഭവം. തെറ്റിദ്ധരിക്കപ്പെടുന്നു, അവഗണിക്കപ്പെടുന്നു, സംശയിക്കപ്പെടുന്നു, പല വിധത്തിലുള്ള ഞെരുക്കങ്ങൾ വരുന്നു. പുറത്തു നിന്നും അകത്തു നിന്നും ഒരുപാട് ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. സഹോദരങ്ങളെ, നമ്മൾ ചില സന്ദർഭങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന പോലുള്ള അനുഭവങ്ങൾ, ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങൾ, കൊടിയ വേദനയുടെ അനുഭവങ്ങൾ, കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ. കർത്താവ് കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ വലിയൊരു ഡിപ്രഷനിലേക്ക്, വലിയ മാനസിക രോഗത്തിലേക്ക്, വിഷാദത്തിലേക്ക് നമ്മൾ നിബന്ധിക്കുന്ന തരത്തിലുള്ള പ്രതിസന്ധികളാണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ ശ്രദ്ധിക്കണം. പക്ഷെ ഇതിൻ്റെ നടുവിലെല്ലാം കർത്താവ് കൂടെ കൊണ്ട് നടന്ന് 2019 ഒക്ടോബർ 7-ാം തീയതി ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിവസം ഷെക്കന ന്യൂസ് ഫുൾ ട്രാൻസ്മിഷനിലേക്ക്, സമ്പൂർണമായ സംപ്രേഷണത്തിലേക്ക് സ്വർഗം എത്തിക്കുകയാണ്. നമുക്കറിയാം, ഈ ദിനത്തിനുള്ള പ്രത്യേകത നമുക്കറിയാം. സഭാ ചരിത്രത്തിൽ പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം നൽകിയ അത്ഭുതകരമായ വിജയത്തിൻ്റെ ദിനമാണ് ഒക്ടോബർ 7. 1571 കാലഘട്ടം ഒക്ടോബർ 7-ാം തീയതി യൂറോപ്പിൻ്റെ അധിനിവേശത്തിന് വേണ്ടി, യൂറോപ്പ് പിടിച്ചടക്കുവാൻ വേണ്ടി, യൂറോപ്പിനും ആഫ്രിക്കയ്ക്കും ഇടയിലുള്ള ഒരു സമുദ്ര ഇടുക്കുണ്ട്. അത് ലെപ്പാൻഡോയാണ്. അത് പിടിച്ചെടുത്ത് അവിടുന്ന് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ യൂറോപ്പിനെ പിടിച്ചെടുക്കാൻ പറ്റും. യൂറോപ്പിലെ ക്രൈസ്തവ രാഷ്ട്രങ്ങളെ,
ക്രൈസ്തവ രാജ്യങ്ങളെ പിടിച്ചെടുത്ത് അതിനെയെല്ലാം മാറ്റിമറിക്കാൻ പറ്റും. ഓട്ടോമൻ പട്ടാളക്കൂട്ടം, തുർക്കികള് യൂറോപ്പ് ലക്ഷ്യമാക്കി യുദ്ധത്തിന് വരികയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, അന്ന് സഭയെ നയിച്ചിരുന്നത് 5-ാം പീയൂസ് മാർപ്പാപ്പയാണ്. 5-ാം പീയൂസ് മാർപ്പാപ്പ. ഓട്ടോമൻ തുർക്കികള് യൂറോപ്പിനെ പിടിച്ചെടുക്കുവാൻ, ക്രൈസ്തവ രാജ്യങ്ങളെ പിടിച്ചെടുത്ത് ക്രൈസ്തവ വിശ്വാസത്തെ ഇല്ലാതാക്കുവാനായിട്ടുള്ള അവരുടെ ആക്രമണങ്ങളെ ചെറുക്കാൻ വേണ്ടി മാർപ്പാപ്പ പറഞ്ഞു, നമുക്കിടമുറിയാതെ പരിശുദ്ധ അമ്മയോട്, ക്രിസ്ത്യാനികളുടെ സഹായമായ, തിരുസഭയുടെ നാഥയായ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് അമ്മയോടൊപ്പം ഇടമുറിയാതെ രാവും പകലും പരിശുദ്ധ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ സഹോദരങ്ങളെ, ജപമാല പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് സഭാ മക്കള്, വിശ്വാസികള് ഇടമുറിയാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് യൂറോപ്പിനെ നയിച്ച ക്രിസ്ത്യൻ ലീഗ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ സഖ്യം, ക്രൈസ്തവരുടെ പടയെ നയിച്ചത് ഈ ക്രിസ്ത്യൻ ലീഗാണ്. വിശുദ്ധ സഖ്യം എന്നറിയപ്പെടുന്ന ഒരു കൊച്ചു കൂട്ടമാണ്. 23 വയസ്സ് മാത്രം പ്രായമുള്ള ഡോൺ ജുവാൻ ഓസ്ട്രിയക്കാരനായ 23 വയസ്സ് മാത്രം പ്രായമുള്ള ഡോൺ ജുവാൻ ആയിരുന്നു ഈ വിശുദ്ധ സഖ്യത്തിൻ്റെ ആ സൈന്യത്തെ നയിച്ചത്. സഹോദരങ്ങളെ, പരിശുദ്ധ കുംഭസാരം നടത്തി പാപമോചനം സ്വീകരിച്ച് കർത്താവിൻ്റെ പ്രസാദവര നിറവിൽ അവർ ഒരുമിച്ച് പരിശുദ്ധ കുർബാന അർപ്പിച്ച് കർത്താവായ ഈശോയുടെ പരിശുദ്ധ രക്തവും പരിശുദ്ധ ശരീരവും ഉൾക്കൊണ്ടുകൊണ്ട് സ്വർഗത്തിന്റെ സൈന്യാധിപയായ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് പരിശുദ്ധ ജപമാല ചൊല്ലിക്കൊണ്ടാണ് തങ്ങളെക്കാൾ 3 ഇരട്ടി ശക്തരായ, സൈനിക ബലം കൊണ്ടും കായിക ബലം കൊണ്ടൊക്കെ അതിശക്തരായ ഓട്ടോമൻ സൈന്യത്തെ നേരിടുവാൻ വേണ്ടി ഈ വിശുദ്ധ സഖ്യം കടന്നു പോകുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, യുദ്ധത്തിന്റെ വിജയം ഇരിക്കുന്നത് സൈന്യത്തിന്റെ വലുപ്പത്തിലല്ല സഹോദരങ്ങളെ. മക്കാബാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം അവിടെ 18ഉം 19ഉം വചനങ്ങളിൽ വ്യക്തമായി പരിശുദ്ധ വചനം പറയുന്നുണ്ട്. 1 മക്കാബായർ 3 അവൻ പറഞ്ഞു, അനേകം പേരെ എളുപ്പത്തിൽ ഉപരോധിക്കാൻ കുറച്ചു പേർക്ക് കഴിയും, കാരണം രക്ഷ നൽകാൻ ഉപയോഗിക്കുന്ന സൈന്യം വലുതോ ചെറുതോ എന്നത് ദൈവദൃഷ്ടിയിൽ അപ്രധാനം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രക്ഷ നൽകാൻ ഉപയോഗിക്കുന്ന സൈന്യം വലുതോ ചെറുതോ എന്നത് ദൈവദൃഷ്ടിയിൽ അപ്രധാനമാണ്. പിന്നെ എന്താണ് പ്രധാനപ്പെട്ടത്? ശ്രദ്ധിച്ച്, എന്താണ് സഹോദരങ്ങൾ പ്രധാനപ്പെട്ടത്? വ്യക്തമായ ആത്മാവ് പഠിപ്പിക്കുകയാണ്. പ്രധാനപ്പെട്ടത് എന്താണ്? 19-ാമത്തെ വചനം, സൈന്യത്തിന്റെ വലുപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിന്റെ വിജയം, ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ഹല്ലേലൂയ. സൈന്യത്തിന്റെ വലുപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിന്റെ വിജയം. അത് ആക്ഷരികമായി ലെപ്പാന്റെ യുദ്ധത്തിൽ നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധ സഖ്യത്തെക്കാൾ 3 ഇരട്ടി വലുപ്പമുള്ള കാലാൾ പട, കായിക ശക്തിയുള്ള തുർക്കികളുടെ പട്ടാളക്കൂട്ടം, ആ പട്ടാളക്കൂട്ടത്തെ നേരിടുവാൻ ഒരു ചെറിയ സൈന്യനിര, വിശുദ്ധ സഖ്യം എന്ന് പറയുന്ന നിരയാണ് പോയത്. സഹോദരങ്ങളെ, അവരുടെ ആയുധം പ്രാർത്ഥനയായിരുന്നു, അവരുടെ ആയുധം ഉപവാസമായിരുന്നു, അവരുടെ ആയുധം ദൈവത്തിലുള്ള ആശ്രയത്വമായിരുന്നു, അവരുടെ ആയുധം വിശുദ്ധിയായിരുന്നു. അവിടെ എന്താ സംഭവിച്ചത്? യുദ്ധത്തിൻ്റെ ആരംഭ സമയങ്ങളിൽ പ്രിയപ്പെട്ടവരെ, തുർക്കികൾക്കായിരുന്നു വിജയം. എന്നാൽ ജനം ഇടമുറിയാതെ പരിശുദ്ധ അമ്മയോടൊപ്പം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ കടൽക്കാറ്റ് വിശുദ്ധ സഖ്യത്തിന് അനുകൂലമായി വീശാൻ തുടങ്ങി. അത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലാണ്. സഭാ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതുപോലെ തൻ്റെ മക്കളെ സംരക്ഷിക്കുവാൻ, തൻ്റെ മക്കളെ പരിപാലിക്കുവാൻ, ശത്രുകരങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, യുദ്ധക്കെടുതികളിൽ നിന്ന്, മറ്റ് മാരകമായ പല പ്രതിസന്ധികളിൽ നിന്ന് തൻ്റെ മക്കളെ സംരക്ഷിക്കുവാൻ ഇതുപോലെ സഭാ ചരിത്രത്തിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ നമുക്ക് ഒത്തിരിയേറെ കാണുവാൻ കഴിയും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവേ മരിയ. ആവേ മരിയ. നമ്മുടെ അമ്മ മാതാവിനെ ഓർത്ത് ഉച്ചത്തിൽ നിന്ന് പറഞ്ഞേ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ആവേ മരിയ. എന്റെ സഹോദരങ്ങളെ, വിശുദ്ധ സഖ്യത്തിന് അനുകൂലമായ കടൽക്കാറ്റ് വീശാൻ തുടങ്ങി. അത്ഭുതകരമായ അവിടെ ദൈവത്തിന്റെ കരം വെളിപ്പെടുകയാണ്. യുദ്ധത്തിന്റെ വിജയം സൈന്യത്തിന്റെ വലുപ്പത്തിൽ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. വിജയം വരുന്നത് ദൈവത്തിൽ നിന്നാണ്, ശക്തി വരുന്നത് ദൈവത്തിൽ നിന്നാണ്. ഇത് ആശ്ചര്യമായി അവിടെ സംഭവിച്ചു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വിശുദ്ധ സഖ്യം ഈ തുർക്കി പടയെ, ഓട്ടോമൻ തുർക്കികളെ പരാജയപ്പെടുത്തി, അത്ഭുതകരമായി പരാജയപ്പെടുത്തി. പ്രാർത്ഥനയിലൂടെ സ്വർഗം നൽകിയ വിജയമായിരുന്നു ലെപ്പാൻഡോയിലെ ആ വിജയം എന്ന് പറയുന്നത്. അത് 1571 ഒക്ടോബർ 7-ാം തീയതിയായിരുന്നു. 5-ാം പീസ് മാർപ്പാപ്പ വിജയമാതാവിൻ്റെ ദിനമായത് പ്രഖ്യാപിച്ചു. പിന്നീട് ഏതാനും വർഷങ്ങൾ, നാളുകൾ കഴിഞ്ഞപ്പോൾ പരിശുദ്ധ സഭയിൽ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിവസമായി അത് കൊണ്ടാടുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, അന്ന് പരിശുദ്ധ അമ്മ മാതാവിലൂടെ പരിശുദ്ധ ത്രിത്വം ഇതുപോലത്തെ ഇടപെടൽ നടത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് യൂറോപ്പ് പൂർണ്ണമായും തുർക്കികളുടെ അടിമത്തത്തിലാകുമായിരുന്നു. നമുക്കറിയാം അതെന്താന്നുള്ളത്. ക്രിസ്ത്യാനിറ്റി അവിടെ ഇല്ലാതാകുമായിരുന്നു. ക്രിസ്തീയ വിശ്വാസം വാഷ് ഔട്ട് ചെയ്ത് കളയുമായിരുന്നു. എന്നാൽ സ്വർഗത്തിൻ്റെ ഇടപെടല്, സ്വർഗത്തിൻ്റെ സഹായം, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവജനത്തിൻ്റെ മേൽ പ്രവർത്തിച്ചതെന്ന് ഈ സഭാചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിജയത്തിൻ്റെ അനുഗ്രഹീത ദിനമാണ് ഈ ഒക്ടോബർ 7-ാം ദിവസം, 7-ാം തീയതി. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ, ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, 2019 ഒക്ടോബർ 7-ാം തീയതി തന്നെ ഷെഖ്യന ന്യൂസ് ഫുൾ ട്രാൻസ്മിഷനിലേക്ക് സമ്പൂർണമായി സംപ്രേഷണം ചെയ്യാൻ സ്വർഗം മനസ്സലിവ് കാണിച്ചത് ഈ ഒരു ദിനത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. ഇത് അവിചാരിതമായി സംഭവിച്ചതല്ല, ഇത് മുൻകൂട്ടി നിശ്ചയിച്ച് പ്ലാൻ ചെയ്ത് സംഭവിച്ചതല്ല പ്രിയപ്പെട്ടവരെ. ഈ ദിവസത്തേക്ക് ഇതെല്ലാം ക്രമീകരിക്കപ്പെടുകയാണ്. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ക്രമീകരണം കാണാൻ പറ്റും, കർത്താവിൻ്റെ നടത്തിപ്പ് കാണാൻ പറ്റും, പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടലും മധ്യസ്ഥം കാണാൻ പറ്റും. ഇല്ലെങ്കിൽ ഇത് അസാധ്യമായൊരു കാര്യം, ഇത് നടക്കത്തില്ല സഹോദരങ്ങളെ. എന്നാൽ അത്ഭുതകരമായി ഒക്ടോബർ 7-ാം തീയതിയിലേക്ക് ഇതെല്ലാം ഒരുക്കപ്പെടുകയാണ്. നമുക്കതിന് വേണ്ട ലൈസൻസ് അപ്രൂവല്, അതിൻ്റെ ലോഗോ, അതുപോലെ തന്നെ അത് ടെലികാസ്റ്റ് ചെയ്യാൻ, അത് സംപ്രേഷണം ചെയ്യാനുള്ള കേബിൾ നെറ്റ്വർക്കുകൾ, അതെല്ലാം കർത്താവ് അങ്ങ് തുറന്നു തരിക. ഇതിലെല്ലാം നമുക്ക് കാണാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു അദൃശ്യമായ കരം. അതെന്താ? അത് ദൈവത്തിൻ്റെ കരമാണ്, അത് ദൈവത്തിൻ്റെ പരിപാലനയുടെ കരമാണ്. സഹോദരങ്ങളെ, ആ ദിവസത്തേക്ക് അത് ക്രമീകരിക്കപ്പെടുകയാണ്. അങ്ങനെയാണ് ഷെഖ്യന ന്യൂസ് ആ ദിവസം പൂർണ്ണമായ സംപ്രേഷണത്തിലേക്ക് കടന്നു വരുന്നത്. നമുക്കൊരു നിമിഷം ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, നമ്മളെല്ലാവരും ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, കർത്താവേ, ഈ മാധ്യമ ശുശ്രൂഷയോർത്ത് നന്ദി പറയുന്ന കർത്താവേ, കുറവുകൾ ഉണ്ടായിട്ടുണ്ട്, പോരായ്മകളുണ്ട്, നമുക്ക് ഇനിയും ഏറെ ദൂരെ നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്, ഒത്തിരിയേറെ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടാനുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് കൂടുതൽ നമ്മൾ സമ്പന്നമാകാനുണ്ട്. ദൈവകൃപയിൽ നമ്മൾ പെരുകി വർദ്ധിക്കാനുണ്ട്. കർത്താവിന്റെ പരിപാലന ഇനിയും ധാരാളമായി ആശ്രയിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവേ, കൃപ തരണമേ. കഴിവല്ല കർത്താവേ, നിന്റെ ദയയാണ്. ഞങ്ങളുടെ പ്രാപ്തിയല്ല, ഞങ്ങളുടെ ബലമല്ല, ഞങ്ങളുടെ മിടുക്കല്ല, ഞങ്ങളുടെ അനുഭവങ്ങളല്ല, ഞങ്ങളുടെ പരിചയങ്ങളല്ല കർത്താവേ, ഞങ്ങളുടെ വിശ്വസ്തതയാണ്, ഞങ്ങളുടെ കാരുണ്യമാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിച്ചത്. ഞങ്ങൾ ഇപ്രകാരം നിർത്തുന്നത് കരമുയർത്തി വിളിക്കുന്നു, യേശുവേ. നന്ദി 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 കർത്താവേ, നന്ദി കർത്താവേ. നടത്തിപ്പിനായി നന്ദി. സാധിക്കുന്നവർ കരങ്ങൾ പരസ്പരം കോർത്തു പിടിച്ച്, കുടുംബങ്ങളിലായിരിക്കുന്നവർ കൈകൾ പറ്റുന്നവരെന്ന് കരങ്ങൾ കോർത്തു പിടിച്ച് ഒരു മനസ്സോടെ പാടി പ്രാർത്ഥിച്ച്, നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ്,
അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. നമ്മുടെ കർത്താവിന്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നതാണ്. നമ്മൾ ഒന്നിച്ചു പാടി മഹത്വപ്പെടുത്തുന്നു. ആമേൻ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ആനന്ദത്തോടെ പ്രഖ്യാപിക്കുന്നു, കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. സ്തുതിക്കുന്നു. ഒരു മനസ്സോടെ കുടുംബമായി നിങ്ങൾ ഒന്നിച്ചങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെന്നേശുവേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം. കോർത്ത് പിടിച്ച കാര്യങ്ങൾ അല്പം ഒന്ന് ഉയർത്തിപ്പിടിച്ച്. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, അപ്പാ ബലമല്ല നിൻ ദയയാണേ. ഓ കഴിവല്ല നിൻ കൃപയാണേ. ആമേൻ. സഹോദരങ്ങളെ, എല്ലാം ദൈവത്തിന്റെ കൃപയാണ്, എല്ലാം നമ്മുടെ കർത്താവിന്റെ വിശ്വസ്തതയാണ്, കർത്താവിന്റെ സ്നേഹമാണ്. നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. കർത്താവ് ഈ ആലോചന നമുക്ക് തന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, ഇതിൻ്റെ ലൈസൻസ് അപ്രൂവല് അത് വലിയൊരു കീറാമുട്ടി പോലെയാണ്. കാരണം അതത്ര എളുപ്പമല്ല. അതൊരു ന്യൂസ് ലൈസൻസ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതൊട്ടും ഈസി അല്ല പ്രിയപ്പെട്ടവരെ. അതിന് കർത്താവ് നമുക്ക് തന്ന മറ്റൊരു ആലോചനയായിരുന്നു പരിശുദ്ധ കുർബാനയുമായിട്ടുള്ള ഒരു മിഷൻ. ഞാനിതെന്താണെന്ന് പൂർണ്ണമായിട്ട് വിശദീകരിക്കുന്നില്ല, കാരണം ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട്. ഒരു ദിവ്യകാരുണ്യ ഒരു മിഷൻ ഇതിനോട് ബന്ധപ്പെട്ട് വളരെ ദിവസങ്ങളെടുത്ത് അനേകം യാത്ര നടത്തി നമ്മൾ ആ മിഷൻ സ്വർഗം ആഗ്രഹിച്ചതുപോലെ നിർവഹിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ആ മിഷന് ശേഷമാണ് അത്ഭുതകരമായി നമുക്ക് ലൈസൻസ് അപ്രൂവലിന് വേണ്ട വാതിൽ തുറക്കപ്പെടുന്നത്. എൻ്റെ കാര്യം വീണ്ടും പറയട്ടെ, സാഹചര്യങ്ങൾ എന്ത് തന്നെ പ്രതികൂലങ്ങളായിക്കൊള്ളട്ടെ, നിയമങ്ങൾ എന്തുമാത്രം കടുപ്പമുള്ളതായിക്കൊള്ളട്ടെ, കർത്താവിന് പ്രവർത്തിക്കാൻ ഇതൊന്നും തടസ്സമല്ല. തൻ്റെ സർവാധിപത്യം ഉപയോഗിച്ച് തൻ്റെ പദ്ധതികൾ നിറവേറ്റുവാൻ, തൻ്റെ നിശ്ചയങ്ങൾ നടപ്പിലാക്കുവാൻ മതിയായവനും ശക്തനുമാണ് നമ്മുടെ കർത്താവ്. എത്ര പേര് വിശ്വസിക്കുന്നു? അവർ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. നമുക്കിതിൽ സംശയം വേണ്ട സഹോദരങ്ങളെ. അങ്ങനെ അത്ഭുതകരമായി നമുക്കിതിൻ്റെ ലൈസൻസ് കിട്ടുകയാണ്. അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ ഈ മീഡിയ കോംപ്ലക്സ് നിൽക്കുന്ന നിങ്ങൾ സമയം പോലെയൊക്കെ ഇങ്ങോട്ട് വരണം. തൃശ്ശൂർ മണ്ണുത്തിക്കടുത്താണ് ഷെക്കൻ ന്യൂസിൻ്റെ ആ മീഡിയ കോംപ്ലക്സ് ഉള്ളത്. മനോഹരമായി അതിനെ പണിതിരിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളാണ് ഇതിൻ്റെ എല്ലാം പുറകിൽ. നമ്മളൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, ഞാനൊരു ഭംഗി വാക്ക് പറയുന്നതല്ല, എല്ലാം ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. എല്ലാം കർത്താവിൻ്റെ വിശ്വസ്തതയുടെ അടയാളമാണ് നമ്മൾ ഇന്നിതെല്ലാം കാണുന്നത്. ഈ സ്ഥലം വാങ്ങുവാനായിട്ട് നമ്മുടെ സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ റാഫേൽ തട്ടിൽ പിതാവ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്വന്തം അപ്പനെ പോലെയാണ്. പിതാവാണ് മുന്നിൽ നിന്നുകൊണ്ട് ഈ സ്ഥലത്തിന് വേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കുകയും ഇത് വാങ്ങുവാൻ നമ്മോട് ആവശ്യപ്പെടുകയും ഞങ്ങൾ പറഞ്ഞു, പിതാവേ നമുക്ക് സാധ്യമല്ല, നമുക്കൊരു 5-10 സെൻറ്റൊക്കെ പറ്റത്തുള്ളൂ,
ഇത് ഏകദേശം 1 ഏക്കർ സ്ഥലമുണ്ട്. നമുക്കിത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. പിതാവ് പറഞ്ഞു, ഇല്ല മോനെ, ദൈവം നടത്തും. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിന് എന്തോ വലിയൊരു പദ്ധതിയുണ്ട്. ഞാൻ ഇപ്പോഴും പിതാവ് പറഞ്ഞ വാക്കുകൾ ഓർക്കുകയാണ്. ധൈര്യമായി മുന്നോട്ട് പോകാൻ പറഞ്ഞ് തട്ടിൽ പിതാവ് ബലപ്പെടുത്തുകയാണ്. ഇന്ന് വിശ്വസിക്കുന്നു, പിതാവിലൂടെ പരിശുദ്ധാത്മാവാണ് ഈ അത്ഭുതകരമായ പ്രവൃത്തി ചെയ്തത്. ആത്മാവാണ് സംസാരിച്ചത്. അങ്ങനെ ഷെക്കേന മിനിസ്ട്രിയിലുള്ള കുറച്ച് കുടുംബങ്ങളോട് ഞാനിത് പങ്കുവെച്ചു. ആ കുടുംബങ്ങൾ അവരുടെ ഇല്ലായ്മയിൽ നിന്ന് ഈ സ്ഥലം വാങ്ങുവാനായിട്ട് അവർ മുന്നോട്ട് വരികയാണ്. കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി, കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന 5 അപ്പവും 2 മീനും ഒത്തിരി സ്നേഹത്തോടെ അവർ കർത്താവിനെ സമർപ്പിക്കുകയാണ്. ആ സമർപ്പണത്തെ സ്വർഗം ആശീർവദിച്ചു. തൻ്റെ ജനത്തിന് വേണ്ടി, തൻ്റെ സഭയ്ക്ക് വേണ്ടി, വേൾഡ് ഇവാഞ്ചലൈസേഷന് വേണ്ടി, പൊതുസമൂഹത്തിൽ സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി കർത്താവ് ആ സമർപ്പണത്തെ അങ്ങ് അനുഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു കോടിക്കണക്കിന് രൂപയുടെ ആവശ്യം, കോടികൾ പോയിട്ട് 10,000 പോലും നമ്മുടെ കയ്യിലില്ല. നമ്മൾ വെറും സാധാരണക്കാരായ മനുഷ്യരെ. ഈ സമയത്ത് കർത്താവ് അടുത്തൊരു പ്രോമിസ് തരികയാണ്. അടുത്തൊരു വാഗ്ദത്ത വചനം ഇതായിരുന്നു. 50-ാം സങ്കീർത്തനമാണ്. 50-ാം സങ്കീർത്തനം അവിടെ 12-ാമത്തെ തിരുവചനമാണ്. 50-ാം സങ്കീർത്തനം 12-ാം തിരുവചനം. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല, കാരണം ലോകവും അതിലുള്ള സമസ്തവും എൻ്റേതാണ്. എത്ര മനോഹരമായൊരു വചനമാണ്. കർത്താവ് പറയാ നമ്മോട്, എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല. എന്താണ് ആ വചനത്തിൻ്റെ അർത്ഥം? എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഞാൻ ശക്തനും മതിയായവനുമാണ്. എനിക്കതിന് നിന്റെ സഹായം വേണ്ട. എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ പദ്ധതികൾ, എൻ്റെ നിശ്ചയങ്ങൾ നിറവേറ്റുവാൻ ഞാൻ വിശ്വസ്തനാണ്. ഞാൻ സർവശക്തനാണ്. കാരണം ലോകവും അതിലുള്ള സമസ്തവും എൻ്റേതാണ്. ഇതാരാ പറയുന്നത്? ദൈവമായ കർത്താവ്. ഇത് കർത്താവിൻ്റെ വചനമാണ്. പരിശുദ്ധാത്മാ ഒരു പ്രവചന വചനമായി ഇത് ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുകയാണ്. ഇത് സ്വർഗത്തിൻ്റെ പദ്ധതിയാണ്. ദൈവം ഇത് നടത്തും, ദൈവം ഇത് പരിപാലിക്കും. എൻ്റെ സഹോദരങ്ങളെ, അതിനെ സപ്പോർട്ടായിക്കൊണ്ടുള്ള വചനം ഇന്ന് പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട വന്യവൈദികരെ 2-3 മിനിറ്റ് സമയം ഷെക്കേനയെക്കുറിച്ചുള്ള അവരുടെ അനുഭവങ്ങളും ഇതിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ചില പദ്ധതികളൊക്കെ അച്ഛന്മാർ പങ്കുവെച്ചപ്പോൾ ബഹുമാനപ്പെട്ട ആൻഡസ് അച്ഛൻ, കോട്ടപ്പുര രൂപതയിലുള്ള അച്ഛനാണ്, നമ്മുടെ ഈ മാധ്യമ ശുശ്രൂഷ ഒത്തിരി സ്നേഹിക്കുന്നതാണ് ആൻഡസ് അച്ഛൻ. അച്ഛൻ പറഞ്ഞു, ശക്തമായിട്ടാണ് അച്ഛനത് പറഞ്ഞത്. എനിക്ക് ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. ഒരു നിധി പോലെ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ലൂക്ക 1:37. ഈ വചനമാണ് ഈ ശുശ്രൂഷയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അച്ഛൻ അഭിമാനത്തോടെ വിളിച്ചു പറയുകയായിരുന്നു. ആ വചനം എന്താണ്? ദൈവത്തിനൊന്നും അസാധ്യമല്ല. എല്ലാവരും ഉച്ചത്തിലെന്ന് പറഞ്ഞേ, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. പോരാ അല്പം നമ്മുടെ അല്പവിശ്വാസം മാറട്ടെ, നമ്മുടെ അവിശ്വാസത്തിന് കെട്ടുപൊട്ടട്ടെ, നമ്മുടെ സംശയങ്ങൾ മാറട്ടെ. പരിശുദ്ധ വചനം എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? സ്വരമുയർത്തിയ വചനം പ്രഖ്യാപിച്ച്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. സഹോദരങ്ങളെ, ഇത് നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നമ്മുടെ കർത്താവ് അസാധ്യതകളെ സാധ്യതകളാക്കി മാറ്റുന്ന സർവശക്തനായ ദൈവമാണ്. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിച്ചേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എൻ്റെ സഹോദരൻ, അത്ഭുതകരമായ കഷ്ടപ്പാട് ഞെരുക്കൊത്തിരിയുണ്ട്. അതിൻ്റെ നടുവിലും ഈ സ്ഥലം വാങ്ങാനുള്ള ഒരു ക്രമീകരണം സ്വർഗം ചെയ്യുകയാണ്. അങ്ങനെ ഈ ലാൻഡ് നമ്മൾ വാങ്ങുകയാണ്. ഈ ലാൻഡ് വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇവിടെയുള്ള പല മനുഷ്യരും പറഞ്ഞു, നിങ്ങൾ എന്ത് പൊട്ടന്മാരാണ്, എന്ത് മണ്ടന്മാരാണ്. ഇവിടെ വിരിച്ച പാറയുള്ള സ്ഥലമാണ്, ഒരു തുള്ളി വെള്ളം കിട്ടത്തില്ല. നിങ്ങളിവിടെ എന്ത് പണിയാനാണ് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ പലരും വന്ന് പല കമൻറ്റുകളും പറഞ്ഞപ്പോൾ അറിയാതെ മനസ്സ് വേദനിച്ചു പോയി. ദൈവമേ, ഇത്രയും കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി ഒരുപാട് ത്യാഗമെടുത്താണ് ഈ സ്ഥലം കർത്താവിനും സഭയ്ക്കും വേണ്ടി അത് വാങ്ങിയത്. എന്നാൽ ഇപ്പോൾ പറയുന്നു, ഇതിൻ്റെ അടിയിൽ വിരിച്ച പാറയാണ്, ഒരു തുള്ളി വെള്ളം കിട്ടില്ലെന്ന്. ഞങ്ങൾക്ക് സങ്കടമെങ്കിലും കർത്താവിൽ ആശ്രയിച്ചു. കാരണം ദൈവം വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവർ,
ഒരിക്കലും വാക്ക് പറഞ്ഞ് ചതിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ ദൈവമാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, നമുക്ക് കർത്താവിനെ ആശ്രയിക്കാം. നമ്മുടെ എല്ലാ പ്രതിസന്ധികൾക്കും ഉത്തരം കർത്താവാണ്. അവിടത്തേക്ക് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് നമുക്ക് അസാധ്യമായ ദൈവത്തിന് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയാം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനത് പല പ്രാവശ്യം പങ്കുവെച്ചുള്ളൊരു അനുഭവമാണ്. പെട്ടെന്ന് ഒരു തീപ്പൊരി ഇങ്ങനെ കാണുകയാണ്. ആ തീപ്പൊരി ഇങ്ങനെ പോയി നമ്മൾ വാങ്ങിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് പോയിട്ട് വന്ന് വീണു. ആത്മാവ് പറഞ്ഞു, അവിടെയാണ് നിങ്ങൾ കിണർ കുഴിക്കേണ്ടത്, ഞാൻ സമൃദ്ധമായ വെള്ളം തരും. എൻ്റെ സഹോദരങ്ങളെ, ഞങ്ങൾ ആ പൊസിഷൻ മാറാതിരിക്കാൻ ഓടിച്ചെന്ന് അവിടെ ഒരു കമ്പ്, ഒരു വടി വെട്ടി അവിടെ കുത്തി നിർത്തി. 2 ആഴ്ചകൾക്ക് ശേഷം കിണർ കുത്തുന്ന ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റായൊരു ചേട്ടായി അവിടെ വന്ന് കിണർ കുത്താൻ തുടങ്ങി. എൻ്റെ സഹോദരങ്ങളെ, അത്ഭുതമെന്ന് പറയട്ടെ, വിരിച്ച പാറയാണ്, ഒരു തുള്ളി വെള്ളം കിട്ടില്ലെന്ന് അനേകർ വിധി എഴുതി ആ മണ്ണിലെ. അതാണ്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. കർത്താവ് ഒരു കാര്യം നമുക്ക് ഏൽപ്പിച്ച് തരുമ്പോൾ അതിനു വേണ്ട എല്ലാ റിസോഴ്സും കർത്താവ് നമുക്ക് നൽകും. ഹല്ലേലൂയ. നമ്മളിത് മറക്കരുത്. നമുക്ക് ആ ഒരു ഫെയ്ത്ത് ഉണ്ടായാൽ മതി, ആ ഒരു ആശ്രയത്തുണ്ടായാൽ മതി. ദൈവം നമുക്ക് ആ മണ്ണ് തരുമ്പോൾ ആ മണ്ണ് അത് റിസൾട്ടുള്ളതാകാൻ, അവിടെ അത് ഫലദായകമായി മാറാൻ, അവിടെ ദൈവരാജ്യം വിസ്തൃതിക്കും കർത്താവിൻ്റെ സഭയുടെ നന്മയ്ക്കും ഇവാഞ്ചലൈസേഷനുമായിട്ടുള്ള ധാരാളം റിസൾട്ടുകൾ ഉണ്ടാകാൻ ആവശ്യമായ വിധത്തിലാണ് ദൈവം ആ മണ്ണ് നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നത്. അല്ലാതെ എൻ്റെ സഹോദരങ്ങൾ, നമ്മളെ പെരുവഴിയിലാക്കി മാറിപ്പോകുന്നവനല്ല നമ്മുടെ കർത്താവ്. അവിടെ കിണർ കുഴിക്കാൻ തുടങ്ങി. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും, 2-3 ദിവസം കഴിയുമ്പോഴേക്കും അവിടെ സംഭവിച്ചത് എന്താണെന്നറിയപ്പെടോ, ധാരാളം ഉറവകൾ, ചുറ്റും ഉറവ. അങ്ങനെ ഒരു വിധത്തിൽ മോട്ടറൊക്കെ വെച്ച് അടിച്ച് വെള്ളം വറ്റിച്ചാണ് അത് കുറച്ചൊക്കെ താഴ്ത്തിയത്. സഹോദരങ്ങളെ, ഇന്ന് ഈ നാട്ടുകാർ മുഴുവൻ, ഷെക്കേനിക്ക് ചുറ്റുമുള്ള ഇവിടുത്തെ അയൽപ്പക്കക്കാരൊക്കെ വിളിക്കുന്നത് ഇത് അത്ഭുത കിണറെന്നാണ്. കഴിഞ്ഞ കഠിന വേനലിൻ്റെ സമയത്ത് പോലെ 2 ആൾക്കുള്ള വെള്ളമാണ്. അത്രയും സമൃദ്ധമായ വെള്ളം നൽകി ആ കിണറിനെ കർത്താവ് അനുഗ്രഹിച്ചു. അപ്പോൾ കർത്താവ് പ്രൂവ് ചെയ്യാണ്, ഇതെൻ്റെ ദൗത്യമാണ്, ഇതെൻ്റെ ശുശ്രൂഷയാണ്, ഞാനാണിത് തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഞാനാണിത് ഏൽപ്പിച്ച് തന്നിരിക്കുന്നത്. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ, ഈ കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നടത്തിയ വഴികളും കർത്താവിൻ്റെ പരിപാലനകളെല്ലാം ഇങ്ങനെ ഓർത്തു പോയപ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോയി. നമ്മുടെ വിശ്വാസം ജ്വലിക്കുക സഹോദരങ്ങളെ. ചില സമയത്തൊക്കെ നമ്മൾക്ക് വിശ്വാസമുണ്ട്, ദൈവാശ്രയത്തുണ്ടെന്നൊക്കെ പറഞ്ഞാലും പ്രതിസന്ധികൾ നമ്മൾ ഞെരുക്കുമ്പോൾ, പ്രതികൂലങ്ങൾ നമ്മളെ വല്ലാതെ അലട്ടുമ്പോൾ, സഹനത്തിൻ്റെ തീച്ചോളി നമ്മളിങ്ങനെ പൊരിയുമ്പോൾ, നമ്മൾ വറക്കുന്നൊരു അനുഭവം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ക്ഷീണിതരാകും. നമുക്ക് ചില സമയത്ത് ഒരു ഉന്മേഷം നഷ്ടപ്പെടും. കുറച്ച് നേരത്തെങ്കിലും നമ്മുടെ ഉള്ളിൽ വിഷമവും വേദനയും ഉണ്ടാകും. എന്നാൽ ദൈവം നടത്തിയ ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അറിയാതെ നമ്മുടെ വിശ്വാസം ഉണരുകയാണ്, ക്ഷീണം മാറുകയാണ്, വിഷാദം മാറുകയാണ്, ദുഃഖം മാറുകയാണ്. അവിടെ ദൈവത്തിൻ്റെ ആനന്ദവും അഭിഷേകവും നിറയാണ്. വിശ്വസിച്ചൊരു ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു ദൈവിക ഇടപെടൽ സ്വർഗം നൽകി അനുഗ്രഹിച്ചു. കുറച്ച് പ്രതിസന്ധിയിലൂടെയും കുറച്ച് കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്ന ചില അനുഭവങ്ങളായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ഈ പ്രവൃത്തികൾ, ദൈവം നടത്തിയ വഴികൾ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത പരിപാലനയുടെ അനുഭവങ്ങൾ പരിശുദ്ധാത്മ ഹൃദയത്തിൽ ഇങ്ങനെ ഉണർത്തി തന്നപ്പോൾ വിശ്വാസം കൂടുതൽ ബലപ്പെടുകയായിരുന്നു. അപ്പോൾ നമുക്കിത് ആവശ്യമാണ് സഹോദരങ്ങളെ. അങ്ങനെ പിന്നീട് നമുക്കതിൻ്റെ ബിൽഡിങ്, ഞാൻ അതിലോട്ടൊന്നും അധികം കടക്കുന്നില്ല. വളരെ മനോഹരമായ സഫിഷ്യൻ്റ് ആയിട്ടുള്ള നമുക്കൊരു 3-4 ചാനലുകൾ സുന്ദരമായി നടത്താൻ പറ്റുന്ന വിധത്തിൽ, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. കർത്താവിൻ്റെ ആ ദീർഘവീക്ഷണം, ജ്ഞാനത്തിലുള്ള പ്രവൃത്തിയാണ്. ഇതിന് സഫിഷ്യൻ്റായ വിധത്തിലാണ് ഈ മീഡിയ കോംപ്ലക്സ് ദൈവം നമുക്ക് ഒരുക്കി തന്നത്. പാവപ്പെട്ട സാധാരണക്കാർ അനേക മനുഷ്യർ ദൈവം ഉണർത്തി. അവരിങ്ങനെ വിധവയുടെ കൊച്ചു കാശ് പോലെ ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി പലരും പല വിധത്തിലും സഹായിച്ചു. അനേകർ പ്രാർത്ഥിച്ചു, പരിത്യാഗമെടുത്ത് പരിഹാരം ചെയ്ത് മുട്ടുകുത്തി കൈവിരിച്ച് കർത്താവിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുഗ്രഹിക്കണമേ, ഏറ്റെടുക്കണമേ, ആവശ്യങ്ങൾ ചേർത്ത് തരണമേ എന്ന് പറഞ്ഞ് നെൽവിളിയോടെ പ്രാർത്ഥിച്ചു. അതൊന്നും പാഴായിപ്പോന്ന് അനുവദിച്ചില്ല. പല നല്ല മനസ്സുകൾ, ഈശോയെ സ്നേഹിക്കുന്ന, സഭയെ സ്നേഹിക്കുന്ന, ദൈവവചനത്തെ സ്നേഹിക്കുന്ന പല നല്ല മനുഷ്യർ മുന്നോട്ട് വന്ന് അവർ കഴിയുന്നത് പോലെ സഹായിച്ചു.
അങ്ങനെ കർത്താവ് അത്ഭുതകരമായി പയ്യെ പലപ്പോഴും നമ്മൾ പണി നിർത്താം, ഇതിൻ്റെ പണികൾ നിർത്താം എന്ന് ഒത്തിരി പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ഈ ബിൽഡിംഗ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. നിർത്തിവെക്കുന്ന തീരുമാനം വഴി എവിടെന്നെങ്കിലും കർത്താവ് അത് നടത്താനുള്ള ചെറിയൊരു സമ്പത്ത് തരും. അങ്ങനെ പതുക്കെ ഇന്ന് കാണുന്ന വിധത്തിൽ ഈ മീഡിയ കോംപ്ലക്സ് രൂപപ്പെടുകയാണ് സഹോദരങ്ങളെ. അവിടെ എല്ലാം ഞാൻ പറഞ്ഞു വരുന്നത് ദൈവത്തിൻ്റെ പരിപാലനയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളൊരു ഭാഗത്ത്, അടുത്തൊരു വലിയൊരു വിഷയമായിരുന്നു നമുക്ക് എഫിഷ്യൻ്റായ സ്റ്റാഫുകൾ. നമുക്ക് ഈ ഫീൽഡിനെ കുറിച്ച് ഒന്നും അറിയില്ല, നമുക്ക് കുറച്ച് വചനവും പ്രാർത്ഥനയല്ലാതെ നമുക്ക് മീഡിയ എന്താണെന്ന് ബെന്നി സാർ അന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മീഡിയയുടെ ABCD അറിയില്ല, അത് നടത്തിക്കൊണ്ടു പോകാനുള്ള പണവും കയ്യിലില്ല. അതുകൊണ്ട് ഷെക്കൻ ന്യൂസ് വിജയിക്കുമെന്ന് സാറ് ഒരു പ്രവചനം പോലെ പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. അത് ആശ്ചര്യമായി സത്യമായിട്ടൊരു കാര്യം സഹോദരങ്ങളെ. മീഡിയയെക്കുറിച്ച് ഒന്നും അറിയില്ല, അതുകൊണ്ട് നമുക്കിതിനെ വേണ്ട ടെക്നിക്കൽ സ്റ്റാഫുകൾ ഇതെല്ലാം എങ്ങനെ ദൈവം അതൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോകുന്നില്ല. ദൈവം അതെല്ലാം പതുക്കെ കൂട്ടിച്ചേർക്കുകയാണ്. നമുക്ക് കൃപയുള്ള, അഭിഷേകമുള്ള, സുവിശേഷ ദർശനമുള്ള, സഭാ സ്നേഹമുള്ള അനേക സ്റ്റാഫുകളെ ദൈവം ഒരുക്കി തന്നു. ഒപ്പം ഷെക്കേന മിനിസ്ട്രീസിനു കൂടെ വളർന്ന പല ചെറുപ്പക്കാരും സഭയ്ക്ക് വേണ്ടി ഫുൾ ടൈമേഴ്സായി അവരുടെ ജോലികളും ബിസിനസ്സുകളും ഉപേക്ഷിച്ച് പലരും ഒരു കമ്മിറ്റ്മെൻ്റ് എടുത്ത് അവർ ഷെക്കേനയിലേക്ക് വരികയാണ്. അങ്ങനെ ഇന്നിവിടെ കാണുന്ന നിങ്ങൾ ന്യൂസ് വായിക്കുന്ന, ന്യൂസ് കോർഡിനേറ്റ് ചെയ്യുന്ന, റിപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ പല സെക്ഷനും കൈകാര്യം ചെയ്യുന്ന പല ചെറുപ്പക്കാരും അവർ ഷെക്കേന കൂട്ടായ്മയിലൂടെ വളർന്നു വന്ന കർത്താവിൻ്റെ മക്കളാണ്. ഞാൻ അവരെയോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നല്ല സമർപ്പണ വിശ്വസ്തതയും അതൊക്കെയാണ് നമ്മുടെ ഈ ശുശ്രൂഷ ഇപ്രകാരം നിലനിന്ന് പോകുന്നതിൻ്റെ കാരണം. എൻ്റെ സഹോദരങ്ങളെ, അങ്ങനെ ദൈവം ആ കാര്യങ്ങൾ സംവിധാനം ഒരുക്കുന്നു. 24 മണിക്കൂർ നമുക്ക് ശുശ്രൂഷ സംവിധാനങ്ങൾ ദൈവം ഒരുക്കിത്തരുന്നു. ഈ സമയങ്ങളിലെല്ലാം കർത്താവ് അത്ഭുതകരമായി നമ്മളെ ചേർത്ത് പിടിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യതകൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ബാധ്യതകൾ, ഇത് മുങ്ങിപ്പോകുന്നൊരവസ്ഥയിലോട്ടൊക്കെ നമ്മൾ ട്രാൻസ്മിഷൻ കഴിഞ്ഞ് 4 മാസം കഴിയുമ്പോഴേക്കും വല്ലാത്ത പ്രതിസന്ധി നമ്മുടെ മുൻപിൽ വന്നു. നമുക്ക് ഇത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള തീരുമാനമായി. കാരണം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കോടികളുടെ കടബാധ്യത, ഓരോ മാസവും നമുക്ക് ലക്ഷക്കണക്കിന് രൂപ ഭാരിച്ച ചെലവുകൾ. ഇത് ആര് തരും, എവിടെ നിന്ന് തരും? അങ്ങനെ കുറച്ചൊക്കെ ഓടിയെടുത്തില്ലോ, ബാങ്കിൽ നിന്ന് ഓടിയെടുത്തിട്ടൊക്കെയാണ് ഇത് റൺ ചെയ്തത്. അപ്പോഴേക്കും കോടികളെ കടബാധ്യതയായിരുന്നു. അപ്പോൾ പലരും പറഞ്ഞു നമുക്ക് നല്ല നല്ല പരസ്യങ്ങൾ സ്വീകരിക്കാം. സഭയുടെ തന്നെ ആശുപത്രികൾ, കോളേജുകൾ, സഭയുടെ നല്ല നല്ല പരസ്യങ്ങളൊക്കെ സ്വീകരിച്ച് നമുക്ക് ഇത് കിട്ടുന്ന ചെറിയൊരു വരുമാനം നമുക്ക് അത്രയും സഹായമാവില്ലേ? പലരും സ്നേഹത്തോട് ഉപദേശിച്ചു. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, 2020 കണ്ണൂർ രൂപതയുടെ കൺവെൻഷൻ നടക്കുകയാണ്. അഭിമന്യ അലക്സ് വടക്കുംതല പിതാവിൻ്റെ രൂപത. ഇതാണ് ഒത്തിരി ഇഷ്ടമാണ് ഷെക്കേനയെ. എൻ്റെ സഹോദരങ്ങളെ, 2020 ജനുവരി മാസം 24-ാം തീയതി കൺവെൻഷൻ 2-ാം ദിനത്തിൽ രാത്രി ഞാൻ എൻ്റെ ബെഡിൽ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് കർത്താവ് എന്നെ ഉണർത്തുകയാണ്. എന്നെ തട്ടി എഴുന്നേൽപ്പിക്കുന്നത് പോലെ ഞാൻ ഉണർന്ന് എൻ്റെ ബെഡിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ സഹോദരങ്ങളെ കർത്താവിൻ്റെ മഹത്വം ആ മുറിയിലേക്ക് ഇറങ്ങി വരികയാണ്. ഞാൻ വെറും വാക്ക് പറയല്ല, കർത്താവിൻ്റെ മഹത്വം ആ മുറിയിലേക്ക് ഇറങ്ങി വരുന്നു. ദൈവ സാന്നിധ്യം കൊണ്ട് നിറയുന്നൊരനുഭവം, കർത്താവിൻ്റെ ശക്തി എന്നെ വലയം ചെയ്യുന്നൊരു അനുഭവം എനിക്കുണ്ടായി. പെട്ടെന്ന് ഞാനൊരു ശബ്ദം കേൾക്കുകയാണ്, എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. അവൻ പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. എബ്രായ പുസ്തകം 10:38 ഈ വചനം. എനിക്കൊരു കാര്യം മനസ്സിലായി. ഷെക്കൻ ന്യൂസിൽ ഒരു പരസ്യവും അല്ലെങ്കിൽ മറ്റ് വരുമാന മാർഗങ്ങൾക്കുള്ള ഒരു കാര്യവും ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കർത്താവിൻ്റെ മുഖമായി, സഭയുടെ ശബ്ദമായി, ലോകത്തിൽ ദൈവത്തിൻ്റെ മഹത്വമായി പ്രകാശിതമാകാനുള്ള മാധ്യമ ശുശ്രൂഷയാണ് ഷെക്കൻ ന്യൂസ്. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നുള്ള ആഴമേറിയൊരു ബോധ്യം പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുകയായിരുന്നു സഹോദരങ്ങളെ. ആ കൺവെൻഷൻ കഴിഞ്ഞ് ഞാൻ ടീം ഇവിടെ വന്ന് കൂടെയുള്ളവരൊക്കെ വിളിച്ചു പറഞ്ഞു, നമുക്ക് എന്തൊക്കെ നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളാണെങ്കിൽ പോലും നമുക്കിത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത വിധം നമ്മൾ ആകെ ദുരിതത്തിലാണ്. പക്ഷെ ഈ ദുരിതം ഇനി വർദ്ധിച്ചാൽ പോലും നമുക്ക്
ഒരു പരസ്യത്തിൽ വേണ്ട. ഇത് കർത്താവിൻ്റെ ചാനലാണ്, ഇത് പരിശുദ്ധാത്മാവാണ്. കാരണം നമ്മുടെ ക്യാപിറ്റൽ മണി എന്ന് പറയുന്നത് സീറോയായിരുന്നു. നമ്മുടെ ക്യാപിറ്റൽ മണി എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റാണ്, പരിശുദ്ധാത്മാവാണ്. അവിടെയാണ് ആത്മാവ് ഇതെല്ലാം ചെയ്യുന്നത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, അത്ഭുതകരമായി കർത്താവ് അവിടെ ആ കൂടെ നിൽക്കുന്നവർക്ക് കുറച്ച് പേർക്കൊക്കെ മനസ്സിലായി, ചിലർക്ക് ഒന്നും മനസ്സിലായില്ല. എന്ത് മണ്ടത്തിനെ പറഞ്ഞെന്നൊക്കെ അവർ അന്ന് ചിന്തിച്ചു. ഞാൻ പറഞ്ഞു, എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് ഒരു പരസ്യത്തിൽ വേണ്ട, ഇത് കർത്താവിൻ്റെ പദ്ധതിയാണ്, ഇത് കർത്താവിൻ്റെ ചാനലാണ്. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുമെന്നുള്ള ആ പ്രവചന വചനം 5 വർഷത്തോളം ഞെരുക്കവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഒത്തിരിയുണ്ട് സഹോദരങ്ങളെ. ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ, ദൈവപരിപാലനയുടെ അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ, കൊടിയ ദുരിതത്തിലും സഹനത്തിലും ശക്തിയുടെ മുൻപിൽ 100 ആവശ്യങ്ങളുണ്ട്. നമുക്കൊരു കടുത്ത പ്രതിസന്ധിയുടെ സമയമാണ് ഈ ഒരു കാലഘട്ടം നമുക്കെല്ലാവർക്കും. അപ്പോൾ ഇതുപോലെയുള്ള മാധ്യമ ശുശ്രൂഷകൾ, ലക്ഷക്കണക്കിന് ചെലവ് വരുന്ന ഈ ശുശ്രൂഷകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തുമാത്രം പ്രയാസവും അതിൻ്റെ പുറകിൽ എന്തുമാത്രം വേദനയും കണ്ണുനീരും ഉണ്ടെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി സഹോദരങ്ങളെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, പക്ഷേ അത്ഭുതകരമായി ഈ വേദനയുടെയും ഈ കഷ്ടപ്പാടിൻ്റെ നടുവിൽ കർത്താവ് പരിപാലിച്ച് വഴി നടത്തി. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുമെന്നുള്ള വചനം എത്ര അർത്ഥവത്താണ്. കർത്താവ് ഇന്ന് ഇത്രത്തോളം നമ്മൾ ഉയർത്തി, DTH പ്ലാറ്റ്ഫോമുകളിലേക്ക് നമ്മളെ കയറ്റി. ടാറ്റ പ്ലേയും എയർടെല്ലും ഇതൊന്നും പൈസ, ഒരു കാരേജ് ഫീ അന്ന് ടാറ്റ പ്ലേയിൽ നിന്ന് അധികം പൈസ വാങ്ങാതെ നമ്മളെ കയറ്റിയത്. കോടികൾ വേണമെന്ന് പറഞ്ഞവരാ, പക്ഷേ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാണ്. അതുപോലെ കേബിൾ നെറ്റ്വർക്കുകൾ, കേരള വിഷൻ, അതുപോലെ ACV, ഡെൻ TV, ഇടുക്കി വിഷൻ, ഇങ്ങനെ പല നെറ്റ്വർക്കുകളുണ്ട്. 5 പൈസ ഇല്ലാതെ ഇവരെല്ലാം ഹൃദയം തുറക്കാണ്. നമ്മൾ അവരെ ഓർത്തൊക്കെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ അവർക്കൊക്കെ ഇങ്ങനെ പൈസ കൊടുക്കാൻ പോരുന്നുവെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാകും. പക്ഷേ കർത്താവ് ഹൃദയം തുറന്നു. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുമെന്നുള്ള ആ പ്രവചന വചനത്തിലൂടെ അത്ഭുതകരമായി പരിശുദ്ധാത്മാവും ആദിമ ശുശ്രൂഷ കരം പിടിച്ച് നയിച്ചു. സഹോദരങ്ങളെ, കോടിക്കണക്കിന് ബാധ്യതകൾ ഇനിയും കൂടി വരേണ്ടതിന് പകരം ആ DTH പ്ലാറ്റ്ഫോമുകളിൽ, കേബിൾ നെറ്റ്വർക്കുകളിലൊക്കെ അത്ഭുതകരമായി നമ്മുടെ മാധ്യമ ശുശ്രൂഷയ്ക്ക് ദൈവം വാതിൽ തുറന്നു തരികയാണ്, വഴികൾ എൻട്രി തുറക്കുകയാണ്. ഇന്ന് ഷെക്കൻ ന്യൂസ് നമുക്കറിയാം. ഷെക്കൻ അമേരിക്കൻ ഭൂഖണ്ഡത്തിന് വേണ്ടി ഷെക്കൻ അമേരിക്കാസിന് ദൈവം ജന്മം കൊടുത്തു. അത് ജസ്റ്റ് ആരംഭിച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. യൂറോപ്പിന് വേണ്ടി കർത്താവ് ഷെക്കന് യൂറോപ്പ് ആരംഭിച്ചു. ഇംഗ്ലീഷ് വേൾഡിന് വേണ്ടി നമുക്കറിയാം, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റി ഇന്ന് ലോകത്തിൽ വളരെ ശക്തമാണ്. ഏറ്റവും അധികം സംസാരിക്കുന്നൊരു ഭാഷയായി ഇംഗ്ലീഷ് മാറിയിട്ടുണ്ട്. സ്പാനിഷ്, ഇംഗ്ലീഷൊക്കെ. അപ്പോൾ നമ്മൾ മനസ്സിലായി, ഇംഗ്ലീഷിൽ ഷെക്കന ഗ്ലോബൽ ന്യൂസ്, SGN, ഷെക്കന ഗ്ലോബൽ ന്യൂസ് എന്നാണ് അതിൻ്റെ പേര്. നമുക്കത് ആരംഭിക്കുവാൻ കർത്താവ് ഇടം നൽകി. 5 വർഷം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് തൻ്റെ സഭയ്ക്ക് വേണ്ടി, ഈ പൊതുസമൂഹത്തിന് വേണ്ടി നിസ്സാരരായ നമ്മിലൂടെ പ്രവർത്തിച്ചത്. സഹോദരങ്ങളെ, കർത്താവിൻ്റെ വിശ്വസ്തതയാണിത്, കർത്താവിൻ്റെ സ്നേഹമാണിത്.